മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയുള്ള നോമിനേഷൻ നടക്കുകയാണ്. 3 പേരെയാണ് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശൈത്യനെയാണ്. ശൈത്യയ്ക്ക് 13 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. ശരത്തിനും ബിന്നിക്കും 6 വോട്ടുകൾ വീതം ലഭിച്ചു. അങ്ങനെ ഇവർ 3 പേരായിരിക്കും അടുത്ത വീക്കിലേക്കുള്ള ക്യാപ്റ്റന് വേണ്ടിയുള്ള ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുന്നത്. ശരിക്കും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത് ശൈത്യയായിരുന്നു. ഫസ്റ്റ് വീക്കിൽ തന്നെ ആക്റ്റീവ് അല്ല എന്ന റീസൺ കാരണം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയാണ് ശൈത്യ നോമിനേഷനിൽ വന്നത്. എന്നാൽ ഇന്ന് എല്ലാവരെയും കൊണ്ട് മാറ്റി പറയിപ്പിച്ച ആക്റ്റീവ് ആണെന്നുള്ള റീസൺ കാരണമാണ് ശൈത്യനെ 13 വോട്ടുകൾ നേടി ക്യാപ്റ്റൻസിയിലേക്ക് വന്നിരിക്കുന്നത്. ബിന്നിനെ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒബ്സർവേഷൻ കൂടുതലാണ്, അതുപോലെ തന്നെ നല്ല ഹൈജീനാണ് എന്നുള്ള റീസൺ കാരണമാണ്. അതുപോലെ തന്നെ ശരത്തിനെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ, ശരത്ത് കിച്ചണിലെത്തിയപ്പോൾ കുറച്ച് ഉത്തരവാദിത്വം കൂടി, അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാപ്റ്റനാകാൻ സാധിക്കുമെന്നുള്ള റീസൺ കാരണം ശരത്തിനും 6 വോട്ടുകൾ ലഭിച്ചു. കൂടാതെ രേണുസുതിക്ക് 3 വോട്ടുകളും ശാരികയ്ക്ക് 2 വോട്ടുകളും അക്ബറിനും 2 വോട്ട്, ആദില നൂറയ്ക്ക് 1 വോട്ട്, നെവീൻ 1 വോട്ട്, അനീഷിന് 1 വോട്ടും ലഭിച്ചിട്ടുണ്ട്. ജയിൽ നോമിനേഷനിലുള്ള ജിസേലിനും ഒനീലിനും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു. അനുമോൾ നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയും രേണുസുധീനെയുമായിരുന്നു. ആര്യൻ നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയും ശരത്തിനെയുമാണ്. ജിസേൽ നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയും ശരത്തിനെയുമാണ്. നെവീൻ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും ശൈത്യനെയുമായിരുന്നു. സരിക നോമിനേറ്റ് ചെയ്തത് ബിന്നിയെയും ശരത്തിനെയുമായിരുന്നു. ശരത്ത് നോമിനേറ്റ് ചെയ്തത് ബിന്നിയെയും റെന ഫാത്തിമേനെയുമാണ്. അക്ബർ നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയും ശരത്തിനെയുമായിരുന്നു. ആദില നൂറ നോമിനേറ്റ് ചെയ്തത് രേണുസുധീനെയും ശൈത്യനെയുമാണ്. റെന ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയും ശരത്തിനെയുമായിരുന്നു. ശാരിക നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയും ബിന്നിനെയുമാണ്. ശൈത്യ നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയും ശാരികനെയുമാണ്. ബിന്നി നോമിനേറ്റ് ചെയ്തത് ആദില നൂറേനെയും ശൈത്യനെയുമാണ്. രേണുസുധി നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയും ശാരികനെയുമാണ്. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയും ബിന്നിയുമായിരുന്നു. ഒനിൽ നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയും ബിന്നിയുമാണ്. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ബിന്നിയും നെവീനെയുമായിരുന്നു. അനീഷ് നോമിനേറ്റ് ചെയ്തത് ശൈത്യനെയും അക്ബറിനെയുമാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.